ഇന്ന് ഓഗസ്റ്റ് 12. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ കറൻസിയായ ₹1 നോട്ട് പുറത്തിറങ്ങിയിട്ട് 75 വർഷമായി. ആദ്യം ഇറങ്ങിയ ₹1 നോട്ട് മുതൽ റിസർവ് ബാങ്ക് ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ നോട്ട് വരെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരാളുണ്ട് ആലപ്പുഴ ചേർത്തലയിൽ. അധ്യാപകനായ അരവിന്ദ് കുമാർ പൈ. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ആദ്യമായി ഇറക്കിയ നോട്ട് ₹1 ഈ നോട്ടിൽ ഒപ്പിട്ടതാകട്ടെ മലയാളി കൂടിയായ അന്നത്തെ ധനകാര്യ സെക്രട്ടറി KRK മേനോൻ. ഇന്ത്യയിൽ പ്രചാരത്തിലുള്ള ഏറ്റവും കുറഞ്ഞ ഡിനോമിനേഷൻ നോട്ടായ ₹1 വിശേഷങ്ങൾ അരവിന്ദ് കുമാർ പൈ ഓർത്തു പറയുന്നു. സ്വതന്ത്ര ഇന്ത്യയിൽ ഇറങ്ങിയ ആദ്യ കറൻസി നോട്ടാണ് ₹1 നോട്ട്. ₹1 നോട്ട് ഇറങ്ങിയത് 1949 ഓഗസ്റ്റ് 12 ആദ്യം ഇറങ്ങിയ ₹1 നോട്ട് ഒരു പച്ച കളറിലെ നോട്ടാണ്. ആ നോട്ടിൽ ധനകാര്യ സെക്രട്ടറിയാണ് ഒപ്പിടുന്നത്. എല്ലാ ₹1 നോട്ടിലും ധനകാര്യ സെക്രട്ടറിയും ബാക്കിയുള്ള എല്ലാ നോട്ടുകളിലും റിസർവ് ബാങ്ക് ഗവർണറുമാണ് ഒപ്പിടാറുള്ളത്. 1949 ഇറങ്ങിയ ₹1 നോട്ട് ഒപ്പിട്ടത് KRK മേനോൻ എന്ന് പറഞ്ഞ ധനകാര്യ സെക്രട്ടറിയാണ്. ആ ₹1 നോട്ടിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ബഹുഭൂരിപക്ഷം പ്രിൻ്റ് ചെയ്ത ₹1 നോട്ടുകളിൽ സ്റ്റാപ്പിൾ ചെയ്യാറില്ല. പണ്ട് കാലത്ത് ഈ സ്റ്റാപ്പിൾ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം ഇറങ്ങിയ ₹1 നോട്ടിൽ 1950 മുതൽ 1994 വരെ ₹1 നോട്ട് അച്ചടിച്ചിരുന്നു. ആ കാലഘട്ടത്തിലുള്ള എല്ലാ ₹1 നോട്ടിലും സ്റ്റാപ്പിൾ ചെയ്തിരുന്നു എന്നൊരു വ്യത്യസ്തമായൊരു പ്രത്യേകത എടുത്തു പറയേണ്ടതാണ്. 94 ശേഷം 2015 വരെ ₹1 നോട്ട് പ്രിൻ്റ് ചെയ്യാറില്ലായിരുന്നു, അച്ചടിക്കാറില്ലായിരുന്നു. 2015 രാജീവ് മെഹർഷി ധനകാര്യ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ₹1 നോട്ട് അച്ചടിച്ചു. ശേഷം 2020 വരെ അച്ചടിച്ചു. 20-ന് ശേഷം ഒരു നോട്ടും എനിക്ക് കിട്ടിയിട്ടില്ല. 2020 അതാണു ചക്രവർത്തി എന്ന് പറഞ്ഞ ധനകാര്യ സെക്രട്ടറി ഉള്ള സമയത്താണ് അവസാനമായിട്ട് കിട്ടിയ നോട്ട്. ഭാരത സർക്കാർ നേരിട്ട് അച്ചടിച്ച ഏക കറൻസി നോട്ടാണ് ₹1. 1949 മുതൽ 1994 വരെ ₹1 നോട്ട് വിതരണം ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ചെലവ് ചുരുക്കൽ നടപടികൾ കാരണം അച്ചടി നിർത്തി. മൂല്യത്തെക്കാൾ കൂടുതൽ ചെലവ് വരുമായിരുന്നു ₹1 നോട്ട് അച്ചടിക്കുന്നതിന്. ആധുനിക യന്ത്രസഹായങ്ങൾ എത്തിയതോടെയാണ് ₹1 നോട്ടിന്റെ പ്രിന്റിങ്ങിന് ചെലവ് കുറഞ്ഞത്. ₹1 നോട്ടിന്റെ പ്രിന്റിങ് അല്ലെ അച്ചടിയെക്കുറിച്ചും രസകരമായ കാര്യം, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു. ₹1 നോട്ടുകൾ പ്രിന്റ് ചെയ്യാൻ ₹1 കൂടുതൽ മൂല്യം അല്ലെങ്കിൽ ചെലവ് വരും എന്നുള്ളത്. 1994 ₹1 നോട്ട് നിർത്തുന്ന സമയത്ത് ₹1 അച്ചടിക്കാനായിട്ട് ₹1.48 ഗവൺമെൻറ്റിന് ചിലവുണ്ടായിരുന്നു. പിന്നീട് 2015 തിരിച്ചു വന്നപ്പോഴത്തേക്ക് ₹1 നോട്ട് തിരിച്ചുവരവ് നടത്തിയപ്പോഴത്തേക്കും അത് ₹1.14 ചുരുങ്ങി. എന്നാൽ 2016 മുതൽ ഇതിൻ്റെ ചെലവ് വീണ്ടും കുറഞ്ഞു 78 പൈസയായി. അതായത് ചരിത്രത്തിൽ ആദ്യമായിട്ട് ₹1 നോട്ട് പ്രിന്റ് ചെയ്യാൻ അല്ലെ അച്ചടിക്കാൻ ₹1 കുറവ് ചെലവാണ് വേണ്ടി വന്നത് എന്നുള്ളത് വളരെ രസകരമായ ഒരു കൗതുകരമായ കാര്യമാണ്. ഈ കുറയാൻ കാര്യം എന്ന് വെച്ചാൽ ടെക്നോളജിക്കൽ ചേഞ്ചസും പ്രിന്റിങ്ങിൽ വന്ന മോഡിഫിക്കേഷൻസുമാണ് ഇത് ശരിക്കും 78 പൈസയിലേക്ക് ചുരുങ്ങാനായിട്ടുള്ള സാഹചര്യം ഒരുക്കിയത്. 1994 ₹1.48 2015 ₹1.14 ₹1 അച്ചടിക്കാൻ ചെലവുണ്ടായിരുന്നപ്പോൾ 2016 ഇത് 78 പൈസയായി കുറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ₹1 അച്ചടിക്കാൻ ₹1 ചെലവില്ല. ഗാന്ധിജിയുടെ ജന്മശതാബ്ദി വർഷമായ 1969 പുറത്തിറക്കിയ ₹1 നോട്ടിലാണ് ഗാന്ധി ചിത്രം പകർത്തിയിട്ടുള്ളത്. ഒരു വ്യക്തിയുടെ സ്മരണാർത്ഥം ആദ്യമായും അവസാനമായും ഇറങ്ങിയ ₹1 നോട്ടും അതായിരുന്നു. ₹1 അധികം ആർക്കും അറിയാത്തൊരു കാര്യം കൂടിയുണ്ട്. ₹1 നോട്ടിൽ ഒരിക്കലും ഗാന്ധിജിയുടെ ചിത്രം ഉണ്ടാവാറില്ല. പക്ഷെ ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം ഗാന്ധിജിയുടെ ഫിഗർ അല്ലെങ്കിൽ ഗാന്ധിജിയുടെ പിക്ചർ പോർട്രേറ്റ് അതിൽ വന്നിട്ടുണ്ടായിരുന്നത് 1969 1969 പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മഹാത്മജിയുടെ 100ാം ജന്മവാർഷികം പ്രമാണിച്ച് ഇറക്കിയ സ്പെഷ്യൽ നോട്ടിൽ മാത്രമാണ് ഗാന്ധിജിയുടെ ചിത്രം ആലേഖനം ചെയ്ത് വന്നിട്ടുള്ളത്. ബാക്കി ഒരു നോട്ടിലും ₹1 ഗാന്ധിജിയുടെ ചിത്രം വന്നിട്ടില്ല എന്നുള്ളൊരു പ്രത്യേകത. അതേപോലെ നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായ ഡോക്ടർ മൻമോഹൻ സിംഗ്, അദ്ദേഹം ധനകാര്യ സെക്രട്ടറി ആയിരുന്നു. ധനകാര്യ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ₹1 നോട്ടിൽ ഒപ്പ് ചാർത്തിയിട്ടുണ്ട്. ശേഷം അദ്ദേഹം ധനകാര്യമന്ത്രിയായി പ്രധാനമന്ത്രിയായി.
വളരെ വ്യത്യസ്തങ്ങളായ ഒരുപാടധികം ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു രൂപയിൽ ഒളിഞ്ഞ് കിടക്കുന്നുണ്ട്. രാജ്യമാകെ ചുറ്റി സഞ്ചരിക്കാറുള്ള അരവിന്ദ് കുമാർ പൈ റിസർവ് ബാങ്കിൽ നിന്ന് ഉൾപ്പെടെ നോട്ടുകൾ ശേഖരിക്കാറുണ്ട്. തന്റെ നോട്ട് ശേഖരം വിദ്യാർത്ഥികൾക്കായി പ്രദർശിപ്പിക്കാനും ഈ അധ്യാപകൻ ശ്രമിക്കാറുണ്ട്. ഇതിലൂടെ വിദ്യാർത്ഥികളെ ഇഷ്ടമുള്ളൊരു ഹോബിയിലേക്ക് വഴിതിരിച്ചുവിടാൻ കഴിയുമെന്നും ഈ അധ്യാപകൻ പറയുന്നു. അമൃത ന്യൂസ്, ആലപ്പുഴ.